അള്ളാഹുവിൻ്റെ റസൂലിന് ആ ആയത്ത് ഇറക്കിക്കൊടുത്തു. അതിൽ നിന്നും ഈ നാട് വിട്ടു പോകേണ്ടി വരുമെന്നുള്ള ഒരു സൂചന അള്ളാഹുവിൻ്റെ റസൂലിന് ലഭിക്കുകയാണ്. സൂറത്തുൽ ഇസ്രായിലെ ആ ഒരു ആയത്ത് നമുക്ക് പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ കാദൂ ലയസ്തഫിസ്സൂനക മിനൽ അർളി ലിയുഖ്രിജൂക മിൻഹാ وإذا لا يلبثون خلافك إلا قليلا سنة من قد أرسلنا قبلك من رسلنا ولا تجدوا لسنتنا تحويلا. തീർച്ചയായും താങ്കളെ താങ്കളുടെ നാട്ടിൽ നിന്നും വിരട്ടി ഓടിക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയത്തിലൂടെ. അത് പറഞ്ഞതിന് ശേഷം ആയത്തിൽ തന്നെ അള്ളാഹു ഒരു പ്രതീക്ഷ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അവർ പുറത്താക്കിയതിനു ശേഷം കുറച്ചു കാലമല്ലാതെ അവർക്ക് അവിടെ ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന്. ഈ ആയത്തിറങ്ങിയ ഒരു വർഷത്തിനുള്ളിലാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക മുശ്രിക്കുകളുടെ നിർബന്ധം കാരണം തൻ്റെ സ്വന്തം നാടും വീടും വിട്ട് ഹിജ്റ പോകാൻ നിർബന്ധിതനാവുന്നത്. തുടർന്നുള്ള ഇനി വരാനിരിക്കുന്ന ചരിത്രം മുന്നിൽ വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ, ഈ ആയത്തിനെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, ഈ ഒരു സന്ദർഭത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ സ്വന്തം നാടും വീടും വിട്ട് പോകേണ്ടി വന്നെങ്കിലും കേവലം 8 വർഷം കൊണ്ട് ആ മക്കയിലേക്ക് തന്നെ ജേതാവായി ആ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, തുടർന്നുള്ള ആയത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താങ്കളോട് വിഷമിക്കേണ്ടതില്ല, താങ്കൾ മാത്രമല്ല താങ്കളെപ്പോലെ താങ്കളെ മുൻഗാമികളായ പ്രവാചകരും ഇതേ പാതയിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്ന ഒരു മുന്നറിയിപ്പ് അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി അള്ളാഹു നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ റസൂലിന് ആശ്വാസം നൽകിക്കൊണ്ട്, ഓ പ്രവാചകരെ, താങ്കൾ ഈ മാർഗത്തിൽ ഏകരല്ല, മറിച്ച് താങ്കളുടെ മുൻഗാമികളും ഈ പാതയിലൂടെ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം അള്ളാഹു മറ്റൊരു ആയത്തിലൂടെ, സൂറത്തുൽ ഹജ്ജിൻ്റെ 58-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുകയാണ്, വല്ലദീന ഹാജറു ഫീ സബീലില്ലാഹി സുമ്മ ഖുതിലു ഔ മാതു ലയർസുഖന്നഹുമുല്ലാഹു റിസ്ഖൻ ഹസന വഇന്നല്ലാഹ ലഹുവ ഖൈറുർ റാസിഖീൻ എന്ന ആയത്തിൽ അള്ളാഹു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തൻ്റെ സ്വന്തം നാടും വീടും വിട്ട് പോകേണ്ടി വരികയും ശേഷം മരണപ്പെടുകയോ അതല്ല ആരെങ്കിലും തങ്ങളെ വധിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഉത്തമമായ ഉപജീവനം അള്ളാഹു നൽകുമെന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജിൻ്റെ 58-ാമത്തെ വചനത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയും, അള്ളാഹുവിൻ്റെ റസൂലിന് ആ ഹിജ്റ പോകാനുള്ള ആ ഒരു സന്തോഷ വാർത്ത, ഹിജ്റയിലൂടെ തനിക്ക് നേടാനുള്ള എന്തെങ്കിലും വിഷമം സംഭവിച്ചാൽ തനിക്ക് നേടാനുള്ള ആ മഹത്തായ സ്ഥാനത്തെ പറ്റിയെല്ലാം പരിശുദ്ധമായ ഖുർആനിൽ വിശദീകരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ സൂറത്തു നിസാഇന്റെ 100-ാമത്തെ വചനം എടുത്തു നോക്കിയാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വദേശം വെടിഞ്ഞു പോകുന്ന ആളുകൾക്കുള്ള പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥിരപ്പെട്ടു കഴിഞ്ഞു എന്നൊക്കെ ആ ഒരു ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. കാരണം ആ ഹിജ്റക്ക് അത്രയും വലിയ മഹത്വമാണ് അള്ളാഹു നൽകുന്നത്. കാരണം ശാരീരികവും സാമ്പത്തികവുമായി വലിയ ത്യാഗം ആവശ്യമായ ഒരു കർമ്മമാണ് ഹിജ്റ. അതുകൊണ്ടാണ് അള്ളാഹു ഹിജ്റക്ക് ഇത്രയും വലിയ പ്രതിഫലം നൽകാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് വമ്പിച്ച പ്രതിഫലമാണ് ആ ഹിജ്റ പോയവർക്ക് ലഭിക്കാനുള്ളത്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു രംഗമാണ് ഹിജ്റ. നമുക്കറിയാം, നമ്മുടെ കലണ്ടർ പോലും ഹിജ്റയെ ആസ്പദമാക്കിയിട്ടാണ് ഇസ്ലാമിൻ്റെ ആ കലണ്ടർ നിർമ്മിച്ചിട്ടുള്ളത്. പ്രവാചകരുടെ മരണശേഷമാണ്, ഏകദേശം ഒരു 10-17 വർഷങ്ങൾക്ക് ശേഷം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്താണ് ഇസ്ലാമിക കലണ്ടർ രൂപകൽപ്പന ചെയ്യുന്നത്. അന്ന് ആ കലണ്ടറിനെ ആധാരമാക്കാൻ വേണ്ടി ഏതൊരു സംഭവമാണ് തിരഞ്ഞെടുക്കുക എന്ന് അന്നത്തെ ആ ഒരു ഷൂറ കൗൺസിലിൽ, അതുപോലെ അന്നത്തെ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ച നടന്നപ്പോൾ സഹാബാക്കൾ ഒന്നടങ്കം ഐക്യകണ്ഠേന അംഗീകരിച്ചത് ഹിജ്റയെ ആസ്പദമാക്കി നമുക്ക് കലണ്ടർ നിർമ്മിക്കാം എന്നതായിരുന്നു. അഥവാ ലോകാവസാനം വരെയുള്ള സർവ്വജനങ്ങൾക്കും ആ ഒരു ത്യാഗനിർഭരമായിട്ടുള്ള ഹിജ്റയുടെ ചരിത്രം ഓർമ്മിക്കാൻ വേണ്ടിയായിരുന്നു അവർ അങ്ങനെ ചെയ്തിരുന്നത്.
അന്ന് യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് ഹിജ്റ യഥാർത്ഥത്തിൽ ഒരു ഓപ്ഷണൽ ആയിരുന്നില്ല, മറിച്ച് നിർബന്ധമായി അവർ നിർവഹിക്കേണ്ട ഒരു കർമ്മമായിരുന്നു. അഥവാ മക്കയിൽ നിന്നും അവരുടെ നാടിനെ ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് ഹിജ്റ പോകുക എന്നുള്ളത് മുസ്ലിമായ ഒരു മനുഷ്യന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഹിജ്റ പോവുക എന്നത് ഓപ്ഷണൽ ആയിരുന്നില്ല, മറിച്ച് ഫർള് ഐനായിരുന്നു. ആ യാത്ര അവർക്ക്, ആ കർമ്മം നിർവഹിക്കേണ്ടത് അവർക്ക് നിർബന്ധമായിരുന്നു. കാരണം അവർക്ക് അങ്ങനെയായിരുന്നു അതിനെ അന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു തന്നിരുന്നത്. അത്രയും പ്രയാസമായി അതികഠിനമായിരുന്ന ആ ഹിജ്റ യാത്ര, അക്കാലഘട്ടത്തിൽ ഈ ഹിജ്റ എന്ന് പറയുന്ന ഒരു നാടുകടത്തൽ കൂടിയാണല്ലോ. നാടുകടത്തുക എന്നുള്ളത് അതൊരു ശിക്ഷാരീതി തന്നെയായിരുന്നു. ഇന്നത്തെ കാലത്ത് ഒരാൾ അവരുടെ സ്വന്തം നാടോ ഗോത്രോ ഒക്കെ ഉപേക്ഷിച്ചു എന്നുള്ളത് ഒരു സ്വന്തം പൗരത്വം തന്നെ ഇല്ലാതാക്കുന്നതിന് സമാനമാണല്ലോ ഇന്നൊക്കെ. അതേപോലെ തന്നെ സ്വന്തം നാടും വീടും വിട്ട് ജനിച്ചു വളർന്ന ആ നാടിനെ ഉപേക്ഷിച്ച്, ബന്ധുക്കളെ ഉപേക്ഷിച്ച്, താൻ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തെല്ലാം ഇട്ട് തനിച്ചായിരിക്കും ആ ഒരു കാലത്ത് പലായനം ചെയ്യേണ്ടി വരുന്നത്. ഇന്നതൊന്നുമല്ല. ഇന്ന് നമ്മുടെ സമ്പത്ത് നമ്മുടെ അണ്ടറിൽ തന്നെ കൊണ്ടുപോകാൻ ബാങ്ക് സിസ്റ്റമൊക്കെ ഉണ്ട്. അന്ന് അങ്ങനെ ഒന്നുമില്ല. അവർ സ്വന്തം കൈയും വീത് മറ്റൊരു നാട്ടിലേക്ക് തനിച്ച് യാത്ര ചെയ്യേണ്ട ഒരു കർമ്മമായിരുന്നു ഹിജ്റ. അതുകൊണ്ട് തന്നെ ഹിജ്റ അത്രയും ബുദ്ധിമുട്ട് നിറഞ്ഞ യാത്രയായിരുന്നു. മാത്രവുമല്ല, യാത്രയിലുള്ള ബുദ്ധിമുട്ട്, ആ യാത്രയിൽ വരുന്ന ബുദ്ധിമുട്ട് അതിനേക്കാൾ വലിയ കഠിനമായിരുന്നു. യാത്രയിൽ ഒരുപക്ഷെ ശത്രുക്കളുടെ കണ്ണിൽപ്പെട്ടാൽ ജീവൻ തന്നെ അപായത്തിൽപ്പെട്ടേക്കാം. അവർ കടന്നു പോകാനിരിക്കുന്ന ആ വഴികൾ അത്രയും ദുർഘടമായിരുന്നു. അവർ കടന്നു ചെല്ലാനിരിക്കുന്ന ആ നാടിനെക്കുറിച്ച് വ്യക്തമായി അവർക്ക് യാതൊന്നും അറിയുകയുമില്ലായിരുന്നു. അവിടെ എന്താണ് അവരെ കാത്തിരിക്കുന്നത് എന്ന് അവർക്കറിയില്ല. അത്തരത്തിൽ അവ്യക്തമായ ഒരു ഭാവിയിലേക്ക് കണ്ണും നട്ടുകൊണ്ട് അത്യധികം ആശങ്കയോടുകൂടി അള്ളാഹുവിൽ സമ്പൂർണ്ണ പരമേൽപ്പിച്ച് അവർ നടത്തിയ പ്രയാണമാണ് യഥാർത്ഥത്തിൽ ഹിജ്റ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹിജ്റക്ക് ഒരുങ്ങുമ്പോൾ തൻ്റെ അനുയായികളെ വിളിച്ചുകൊണ്ട് ഹിജ്റ ചെയ്യാനുള്ള കൽപ്പന നൽകുകയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് താൻ ആദ്യം തന്നെ ഹിജ്റ പോവുകയല്ല ചെയ്യുന്നത്, മറിച്ച് തൻ്റെ കൂടെയുള്ള തൻ്റെ അനുയായികളെ മുഴുവനും ഹിജ്റ ചെയ്യാൻ കൽപ്പിക്കുകയും അങ്ങനെ അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ സ്വന്തം ഹിജ്റ പുറപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ആ ഒരു ഭാഗത്തിലേക്ക് നമുക്ക് മറ്റൊരു വോയിസുമായി കടന്നു വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി